ഈ പാട്ടുകാരൻ്റെ കാര്യം ട്രെയിനിലെ പാട്ടുകാരനെ കണ്ട ആ പാട്ടുകാരൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ നാട്ടിലുള്ള ഈ ചന്ദ്രൻ ചേട്ടൻ്റെ കാര്യം ഓർത്തത്. പുള്ളിക്കാരൻ ഈ ഭക്തിഗാനങ്ങളൊക്കെ ഇതുപോലെ പാരഡിയാക്കി മാറ്റി. പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ചിലപ്പോൾ പാരഡിയായിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത്, ലോക്ക്ഡൗൺ ഒക്കെ ആയ സമയത്ത്, മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെ നമുക്ക് മാസ്ക് ഒക്കെ അധികം കിട്ടാറില്ലായിരുന്നു. മാസ്ക് ഒക്കെ ഇല്ലാതിരിക്കുന്ന ആ കിട്ടാൻ നമ്മളൊക്കെ സ്വയമായിട്ടൊരു തുണിയൊക്കെ എടുത്ത് കെട്ടുന്ന ആ സമയത്ത് ജംഗ്ഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ ചന്ദ്രചേട്ടൻ്റെ മുഖത്തോട്ട് ഞാൻ നോക്കിയപ്പം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് വന്ന അനുയായികളെ കൊണ്ട് വന്ന ബസ്സിൻ്റെ ഫ്രണ്ടിൽ ബാനർ വലിച്ച് കെട്ടുന്ന പോലെ ചന്ദ്രചേട്ടൻ വലിയൊരു മാസ്ക് കിട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതാണ് ഞാൻ ചന്ദ്രചേട്ടൻ ചോദിച്ചു, ചേട്ടന് വെറുതെ ഈ മാസ്ക് കിട്ടി? അപ്പം ചന്ദ്രചേട്ടൻ എന്നോടൊരു മറുപടി പറയാം പാട്ട് രീതിയിൽ. കോട്ടൻ തുണി കീറിയെടുത്ത് വായ്മൂടി കെട്ടാനായി പൊട്ടാത്ത നൂലിൽ കോർത്തൊരു മാസ്ക് ഒന്ന് തയ്ച്ചു ഞാൻ. ഈ ചന്ദ്രചേട്ടനെ കഴിഞ്ഞിടയ്ക്ക് പോലീസ് നോക്കിയായിരുന്നു. ഈ മാസ്ക് ഈ താടിക്ക് വെച്ചിട്ട് നിന്ന് വീഡിയോ വലിച്ചിട്ട് നിന്ന് പോലീസുകാർ വന്നപ്പോൾ മാസ്ക് പിടിച്ച് മേലോട്ട് ഇട്ടു, വീട് കിഴിഞ്ഞ് മാസ്കിൻ്റെ വെളിയിൽ. ട്രെയിനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലേക്ക് വീണ്ടും കയറാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭിക്ഷക്കാരുടെ മുന്നിൽ നമ്മൾ ചമ്മുന്ന ചില സീനുകളുണ്ട്. രാജചേട്ടൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഭിക്ഷക്കാരുടെ മുമ്പിൽ നമുക്ക് ചമ്മണ്ടി ഗതികേട് വരും, നമ്മൾ ചമ്മിപ്പോവും. ഭിക്ഷക്കാരനല്ല, ഒരുപാട് മുമ്പ് ചമ്മി. എനിക്ക് 30-35 വർഷമാകുന്നു. കണ്ണൂർ പ്രശ്നം ഗുരുതരം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്, ബാലേന്ദ്രൻ്റെ പടം. അപ്പോൾ ഷൂട്ടിംഗ് പാക്കപ്പായി രാത്രി കണ്ണൂരിൽ നിന്ന് ട്രെയിനിൽ കയറുകയാണ്. അപ്പോൾ 2 ടിക്കറ്റാണ്. ഒന്ന് ബാലേന്ദ്രനെ കൊല്ലത്തിറങ്ങണം, എനിക്ക് ട്രിവാൻഡ്രത്ത് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒരു ഫസ്റ്റ് ക്ലാസ് കൂപ്പയിൽ അവിടെ നിന്ന് കയറുകയാണ് സംഭവം. ഇപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഞാനിതെല്ലാം ഒരു ചെറിയൊരു അന്ന് ലുങ്കി മാത്രം കൊടുത്തിട്ട് ഷർട്ട് കാര്യങ്ങൾ ഒരിടയ്ക്ക് മോഷണം പോയതാണ് പേഴ്സൊക്കെ. അപ്പോൾ അതെല്ലാം പെട്ടിയിൽ വെച്ച് പൂട്ടും. അങ്ങനെ പൂട്ടിയിട്ട് ഞാൻ കിടന്നുറങ്ങി. ലുങ്കി മാത്രമേ ഉള്ളൂ, മേനോനും ഉറങ്ങുന്നു. നല്ല സുഖം ഉറക്കമായിരുന്നു. ഭയങ്കര കുറേ ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് ക്ഷീണമില്ലേ. അങ്ങനെ കൊല്ലത്തെത്തിയപ്പോൾ മേനോ പറഞ്ഞു, ശരി ഞാൻ ഇറങ്ങട്ടെ, എന്താണ് ശരി ഓക്കെ ഇറങ്ങിപ്പോയി. അടുത്തൊരു പരവൂർ സ്റ്റേഷനിൽ ഞാൻ പരവൂർ സ്റ്റേഷനത്തിന് മുമ്പ് ഒന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇടാമെന്ന് പറഞ്ഞ് പെട്ടി തുറക്കാൻ നോക്കുന്നു. എൻ്റെ പെട്ടിയാണ് മേനോ കൊണ്ടുവരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിസ്കൗണ്ടിൽ VIP 2 ബോക്സ് ഒരേ കളറിൽ പിടിച്ചാൽ മേനോ ആ പെട്ടി കൊണ്ടുപോയി. മേനോൻ്റെ പൂട്ടിയ പെട്ടി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ അടുത്താണെങ്കിൽ ടിക്കറ്റും ഇല്ല, പേഴ്സും ഇല്ല, ഡ്രസ്സും ഇല്ല, ലുങ്കി മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ജനലിൽ കൂടെ വേവലാതി പിടിച്ച് നോക്കുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ഗോപി, അയാൾക്ക് വർക്കല ഇറങ്ങണം. അപ്പോൾ അയാൾ അതിന് മുമ്പ് യാത്ര പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഓടിപ്പോയി ഒരു ബനിയൻ കൊണ്ട് അകത്ത് എറിഞ്ഞിട്ട് ഓടിക്കളഞ്ഞ സംഭവം. ഞാൻ തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ ഒരു ചുവന്ന ബനിയനാണ് കേട്ടോ. ഞാൻ വേറെ വഴിയില്ല, എനിക്ക് എന്ത് ചെയ്യണം, ആരുടെ അടുത്ത് പറയണമെന്നൊന്നും പറഞ്ഞു. ഞാൻ ആ ചുവന്ന ബനിയനിട്ട് ആ ലുങ്കിയും മടത്ത് കെട്ടി ഈ പെട്ടിയും തല വെച്ച് പോട്ടർ പോകുമ്പോൾ ഇറങ്ങിയാൽ വിളി. ചേട്ടനിപ്പോൾ പറഞ്ഞ പോലെയാണ് എനിക്ക് ചെന്നൈ വെച്ചതൊരു അനുഭവം ഉണ്ടായത്. ചെന്നൈ മെറീന ബീച്ച് വെച്ച് ചേട്ടനെ വിൽക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. എന്നെ വിൽക്കുന്നോ? ആ ചേട്ടനെ വിൽക്കുന്നത് പിച്ചാരടി എന്ന് വിളിക്കുന്നത്. പിച്ചാരടി ഇനിയിപ്പോൾ പിഷാരടി ചേട്ടൻ ഇനി മെറീന ബീച്ചിലാണ് ഷൂട്ടിന് വന്നായിരിക്കും. ഇനി ചേട്ടനെ കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയുമായിരിക്കും പിച്ചാരടി. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഒരു വലിയൊരു ട്രേ ഉണ്ട്, വല്ല അതിൽ നിന്ന് ഇങ്ങനെ ആവി പറക്കുന്നുണ്ട്. ഞാനോർത്തത് എന്ത് സാധനമാണ്, ഇനി വല്ല തിന്നുമ്പോൾ ചിരിക്കുന്ന എന്തെങ്കിലും സാധനമാണെന്ന് വിചാരിച്ചു. അതായിരിക്കും പിച്ചാരടി ഇനി കയറി. ഞാൻ ചെന്ന് അതിൻ്റെ ആ അടപ്പ് മാറ്റിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ അറിയുക, മീൻ വറുത്ത് വെച്ചേക്കാം, ഫിഷ് റെഡി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഫിഷ് റെഡി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് പറ്റിയിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് ചമ്മിയിട്ടുണ്ട്. ഒരു പിസ്സ ഷോപ്പിൽ ഞാൻ ഇരിക്കുകയാണ്, ഏതോ ഒരു സ്ഥലത്ത് പിസ്സ ഷോപ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്ന ടേബിളിൽ ആ മാതാമ വന്നിട്ട് പിസ്സ റെഡി, ഞാൻ യേസ് എന്ന് പറഞ്ഞ് ഇതിനെ മിണ്ടാതെ